അപ്പോൾ ഗൈസ് ഇന്ന് 2-ാം തീയതിയാണ്, മാർച്ച് 2. നാളെ 3-ാം തീയതി. നാളെയാണ് ഇംഗ്ലീഷ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക്. അപ്പോൾ ഇന്നൊരു ഇംഗ്ലീഷ് എക്സാമിൻ്റെ തലേ ദിവസം എങ്ങനെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ 1-ാം തീയതി മാർച്ച് 1. അപ്പോൾ ഇന്നലെ ഏകദേശം 9:30. അതായത് എനിക്ക് ലൈഫിൽ തന്നെ ഏറ്റവും ഇഷ്ടമില്ലാത്തതിൽ ഒരു കാര്യമാണ് ഇംഗ്ലീഷ് വായിക്കുക. അതായത് സ്റ്റോറി പോയിംസ് ഒക്കെ അങ്ങനെ വായിക്കുക. എനിക്കിപ്പോൾ ഒരു ചാപ്റ്ററിനെ വായിച്ച് ചെയ്യാനാകുമ്പോൾ ഞാൻ ഉറക്കം തൂങ്ങിയിട്ടുണ്ടാവും. അതിപ്പോൾ 12 മണിക്കൂർ ഉറങ്ങി വന്നിട്ട് പിന്നെ വായിക്കുകയാണെങ്കിലും എനിക്കിങ്ങനെ ഉറക്കം തൂങ്ങും. അത് എൻ്റെ ഒരു പ്രോബ്ലം ആണ്. അങ്ങനെ ഇംഗ്ലീഷ് വായിക്കുന്നവർക്ക് കുറേ ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇന്നലെ അത്യാവശ്യമൊക്കെ പഠിച്ച് കുഴപ്പമില്ലാതെ ഇന്നലെയും മിനിഞ്ഞാന്നും, അതായത് 28 ഞാൻ ഫുള്ള് ചാപ്റ്ററിന് തന്നെയാണ് കൊടുത്തത്. ഡിസ്കോഴ്സസ് ഒന്നും നോക്കിയില്ല ഇംഗ്ലീഷിൽ. അങ്ങനെ ചാപ്റ്റർ മൊത്തം നോക്കി എന്ന് പറഞ്ഞാൽ സമ്മറീസ് ഒക്കെ പിന്നെ നോക്കി. കാരണം ആദ്യം ഞാൻ വലിയ വലിയ ചാപ്റ്റേഴ്സ് നോക്കി. കാരണം എല്ലാ ചാപ്റ്റേഴ്സും ഡീപ്പിൽ പഠിക്കുക വെച്ച് പിന്നെ ഉറക്കം തൂങ്ങലൊക്കെ തുടങ്ങി. ഞാൻ പിന്നെ സമ്മറി മാത്രമാക്കി കാണാൻ തുടങ്ങി. ചെറിയ ചെറിയ വീഡിയോ സമ്മറീസ് ഒക്കെ നോക്കി. അങ്ങനെ അതൊക്കെ കണ്ട് ഏകദേശം 9:30 ആയപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഉറക്കം വന്നപ്പോൾ ഞാൻ നേരെ വിചാരിച്ച് 9:00 ഉറങ്ങാം. ഒരു 9:40 ആയപ്പോഴത്തിന് ഉറങ്ങി. 9:40. അപ്പോൾ ഞാൻ വെച്ച് 3:30 എണീക്കാന്ന്. ഒരു 9:40, 10:40, 11:40, 12:40, 1:40, 2:40, 3:40, ഏകദേശം ഒരു 6 മണിക്കൂർ ഉറക്കം തന്നെ അവിടെ കിട്ടും. അപ്പോൾ 3:30 എണീറ്റിട്ട് പിന്നെ നമുക്ക് ലാവിഷായിട്ട്, അപ്പോൾ പിന്നെ രാവിലെ എണീറ്റാൽ പിന്നെ ഉറക്കം ഉണ്ടാവില്ല വെച്ചിട്ട് 3:30 എണീറ്റ്. 3:30 അലാറം വെച്ച് ഇപ്പോൾ എനിക്ക് അലാറം വെച്ച് അപ്പോൾ തന്നെ എണീക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ആണെങ്കിൽ നിങ്ങൾ പറയാം, രാവിലെ എണീക്കാനുള്ള ട്രിക്സ് ഒക്കെ. അപ്പോൾ അത് വേണം ചെയ്യാം. അപ്പോൾ അങ്ങനെ 3:30 നീറ്റൊക്കെ അവിടെ കിട്ടെ. നല്ല ക്ഷീണം എന്ന് പറഞ്ഞാൽ ക്ഷീണം മറ്റു പീക്ക്. എന്താ അറിയില്ല, കൈയൊക്കെ ക്ഷീണം, കൈയും കാലൊക്കെ കടയുക. അങ്ങനെ 3:30 നീറ്റ് ആ മുഖം കഴുകിയിട്ട് 3:30 പഠിക്കാൻ പറ്റുന്നത്. ഞാൻ പിന്നെ വിചാരിച്ചാൽ 5 പോയിന്റ്സ് ഉണ്ട് കവർ ചെയ്യുന്നത്. 5 പോയിന്റ്സ് തന്നെ. പോയിന്റ്സ് ഞാൻ അധികം സമ്മറി നോക്കിക്കൊണ്ട് തന്നെ പോയറ്റിക്കൽ ഡിവൈസസ് ഒന്നും എനിക്ക് തീരെ അറിയില്ല. അതുകൊണ്ട് പോയം മൊത്തം കവർ ചെയ്യാൻ വെച്ചിട്ട് നേരെ വീഡിയോ എടുത്തിട്ട് പോയിന്റ്സ് ഇങ്ങനെ കണ്ട് 5 പോയിന്റ്സ് കണ്ടു കഴിഞ്ഞപ്പോൾ ഏകദേശം 3:30 4:30 ആയിട്ട് പിന്നെ ആ പോയിന്റ്സ് ഒക്കെ ഒന്ന് വായിച്ച്. അപ്പോൾ എനിക്ക് അതിന് മുന്നേ കുറേ നേരമായിട്ട് ഉറക്കം തൂങ്ങി തുടങ്ങി. ഞാൻ കുറേ നേരം കിടക്കയിൽ ഇരുന്ന് വായിച്ച്. എൻ്റെ ഒരു അവസ്ഥയാണ്, ഇംഗ്ലീഷ് എക്സാം എപ്പോൾ ഉണ്ടോ എനിക്ക് അപ്പോൾ കിടക്കയിൽ കിടന്നിട്ടേ പഠിക്കാനുള്ളൂ. കാരണം അറിയാതെ അങ്ങനെയാണ്. എന്താ ക്ഷീണം കാരണം കിടക്കയിൽ നിന്നിട്ട് പഠിക്കാനുള്ളൂ. മേശമേറ്റ് പഠിക്കുമ്പോൾ അറിയാതെ ഉറക്കം വന്നു. അങ്ങനെ ലാസ്റ്റ് കിടക്കയിൽ കിടന്ന് കുറേ പഠിച്ച് പിന്നെ ലാസ്റ്റ് 5 മണിയൊക്കെ ആയപ്പോൾ പഠിച്ചു കഴിഞ്ഞ് പോയിന്റ്സ് പഠിച്ച് ഏകദേശം അത്യാവശ്യം മനസ്സിലായി. പിന്നെ കുറെ ഉറങ്ങി തൂങ്ങി. അങ്ങനെ പോയിന്റ്സ് ഒക്കെ ഏകദേശം മനസ്സിലായി. പിന്നെ 4:30 മുതൽ 5 മണി വരെ പോയിന്റ്സ് ഒക്കെ വായിക്കാൻ വെച്ചു. അത്യാവശ്യം കുറേ നോട്ട്സ് ഉണ്ടായിരുന്നു, അതൊക്കെ വായിക്കാൻ വെച്ച്. അതിന്റെ പിന്നെ കുറേ നോട്ട്സ് ഉണ്ടായിട്ട് ഒരു പോയിന്റ് തന്നെ വായിച്ച് തീരാൻ തന്നെ കുറേ ടൈം എടുത്തുകൊണ്ട് ഞാൻ പിന്നെ അപ്രിസിയേഷൻ മാത്രം വായിക്കാൻ വെച്ച്. എൻ്റെ പൊന്നും, അതാണ് ഈ ഭൂലോക ചടപ്പ്. എന്തൊക്കെ വായക്കൊള്ളാത്ത വേർഡ്സ് ഒക്കെയാണ് ഉള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് പിന്നെ ഉറക്കം വരാം. ഞാൻ കസാല കിടന്ന്, എൻ്റെ കസാല കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, അവിടെ കിടന്ന് ഇങ്ങനെ ചാരിന്ന് ഉറങ്ങി. അറിയാതെ ഉറങ്ങിപ്പോയി. 10 മിനിറ്റ് ഉറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ ഇനി കഴിയൂല, ഇനി പഠിക്കുകയാണെങ്കിൽ എന്തായാലും ഉറങ്ങി പോകുമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം വർക്കൗട്ട് ചെയ്യാൻ വിചാരിച്ചു. 5 മണിയായപ്പോൾ കുറച്ച് നേരം പുഷപ്പ് എടുക്കാൻ വിചാരിച്ച്. എൻ്റെ സാധാരണയ്ക്ക് ഒരു 25 പുഷപ്പ് എടുക്കാൻ വെച്ചാൽ എൻ്റെ ഒറ്റ റപ്പിൽ തന്നെ 25 കഴിയുന്നുണ്ട്. പക്ഷേ അപ്പോൾ കഴിഞ്ഞാൽ ഏകദേശം 12. പിന്നെ നല്ല ക്ഷീണം. അപ്പോൾ ഞാൻ ഇനി ഒന്നും നോക്കണ്ട, ഇനി ഉറക്കം കഴിഞ്ഞിട്ട് മതി പഠിത്തമെന്ന് വിചാരിച്ചു. ഞാൻ 5:05 ഉറങ്ങി. 7:40 നല്ല ലാവിഷായിട്ട് ഉറങ്ങി. ഏകദേശം 5:40 ഉറങ്ങിയിട്ട് 6:10 ഞാൻ അറിയാതെ എണീറ്റ് പോയി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോയിട്ട് സോഫയിൽ പോയി കിടന്നുറങ്ങി. അപ്പോൾ അവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉറങ്ങിയിട്ട് ഞാൻ ഏകദേശം എനിക്കൊരു 5 മണിക്കൂറൊക്കെ മാറി ഉറങ്ങിയ മാതിരി തോന്നി. അമ്മ വന്ന് വിളിച്ച് എണീറ്റില്ല, കുഞ്ഞാറ്റ ഒന്ന് വിളിച്ച് ഞാൻ എണീറ്റില്ല. അവിടെ തന്നെ കിടന്ന് ഉറങ്ങി. ഏകദേശം ഒരു 5 മണിക്കൂറൊക്കെ നല്ല രീതിയിൽ ഉറങ്ങി വരും. പക്ഷേ 7:40 ഞാൻ കറക്റ്റ് എണീറ്റ്. അപ്പോൾ ഒരു ക്ഷീണമില്ല. പിന്നെ 8 മണി വരെ, 8 മണിക്ക് പല്ലൊക്കെ തേച്ച് 8 മണി മുതൽ 8:15 വരെ ടി വിയും കണ്ട് ചായ കുടിച്ച് ഒരു 8:30 ആയപ്പോൾ പിന്നെയും പഠിക്കാൻ കയറി. പിന്നെയും പോയിന്റ്സ് വായിക്കാൻ തുടങ്ങി. പോയിന്റ്സ് കഴിഞ്ഞില്ലായിരുന്നല്ലോ, പോയിന്റ്സ് പിന്നെയും വായിക്കാൻ തുടങ്ങി. പിന്നെ ഇതേ അവസ്ഥ, നല്ല രീതിയിൽ കുറച്ച് ഉറക്കം വരൽ തുടങ്ങി. പിന്നെ പോയിന്റ്സ് ഉണ്ട് വിട്ട് പിന്നെ ഡിസ്കോഴ്സസ് നോക്കി തുടങ്ങി. ഇപ്പോൾ ഞാൻ വീഡിയോ ഇട്ടുന്ന ഏകദേശം 1 മണിക്കാണ്. ഇപ്പോൾ ഏകദേശം അത്യാവശ്യം കുറേ ഡിസ്കോഴ്സ് നോക്കി കഴിഞ്ഞാൽ ഡിസ്കോഴ്സ് ഞാൻ ഫുള്ള് നോക്കിയെന്ന് പറഞ്ഞാൽ ഫുള്ള് നോക്കിയില്ല, അത്യാവശ്യം കുറേയൊക്കെ നോക്കി. കുറേ എണ്ണൊക്കെ എഴുതി, അത്യാവശ്യം നല്ല ആവശ്യമുള്ള. ഞാൻ വെച്ചാൽ എല്ലാ ഡിസ്കോഴ്സും എഴുതാൻ വിചാരിച്ചു. അത്രയ്ക്ക് ടൈം ഉണ്ടാവും വിചാരിച്ച് ആദ്യത്തെ 2-3 എഴുതിയപ്പോൾ തന്നെ പിന്നെ വിചാരിച്ച് ഇത് മൊത്തം എഴുതാണെങ്കിൽ അത്യാവശ്യം കുറേ ടൈം എടുക്കും. അതിനോട് നല്ല സ്ക്രീൻഷോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് ഏകദേശം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇംഗ്ലീഷ് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അറിഞ്ഞൂടാ. അത്യാവശ്യം പാഠംസ് ഒക്കെ അത്യാവശ്യം അറിയാം, എന്നാലും പോയിന്റ്സ് തീരാറില്ല. പിന്നെ ഡ്രഗിൻ്റെ ഒക്കെ പാഠം കുറച്ചും കൂടി നോക്കാണ്ട് അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലാണ്. പോയിന്റ്സ് തീരാറില്ല. പൊളിറ്റിക്കൽ ദിവസം ഒന്നും അറിയില്ല പറഞ്ഞാൽ അത്യാവശ്യം അറിയാം. കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ഓർമ്മ ഉണ്ട്. ഉറക്കം തൂങ്ങിയിട്ടാണ് കണ്ടെങ്കിലും കുറച്ചൊക്കെ ഓർമ്മ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ എങ്ങനെയാവും എക്സാം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിപ്പം എക്സാമിന് പോയാലും അറിയാം. മോഡൽ എക്സാമിനും പോകാത്തതുകൊണ്ട് അങ്ങനെ ഒരു ടെൻഷനും കൂടി ഉണ്ട്. എല്ലാവർക്കും ഏകദേശം, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഏകദേശം അങ്ങനത്തെ ഒരു അവസ്ഥ തന്നെയാണ്. ഒരു മോഡലൊന്നും പോയില്ല. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ കുറച്ച് ടിപ്സ് എന്നല്ല, ഇതുവരെ പഠിക്കാത്തവർക്കൊക്കെ ഇനി പറയുകയാണെങ്കിൽ റാൻസ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. ഞാൻ അതിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ അപ്പോൾ ആ സാറിൻ്റെ ക്ലാസ് ഞാൻ ഓൺ എക്സാമിന് എജു പോട്ട് കണ്ടിരുന്നു.
അപ്പോൾ എനിക്ക് നല്ല സ്റ്റാൻഡേർഡിനെ റാൻസിൽ പോയി കണ്ടു. അതിൽ ഡിസ്കോസിന്റെ എല്ലാത്തിനും ഫോർമാറ്റ് തരുന്നുണ്ട്. നമുക്ക് അതിന്റെ ഇടയിൽ കുറച്ച് ചെയ്ത് കൊടുത്തത് അതാണ് ഏറ്റവും എനിക്ക്. ഞാൻ ഇന്ന് 10ാം ക്ലാസ്സിലും +1 ഒക്കെ അങ്ങനെ തന്നെ പഠിക്കുന്നത്. ഇപ്പോൾ +2 അങ്ങനെ തന്നെ പഠിക്കുന്നത്. കാരണം ഫോർമാറ്റ് ഉണ്ട് പഠിച്ചിട്ട് പിന്നെ ബാക്കിയുള്ളൊക്കെ എഴുതാൻ സുഖമാണ്. പക്ഷെ ഫോർമാറ്റ് തന്നെ കുറേ ഉണ്ട്. എന്നാലും അതിന് നല്ല ഫോർമാറ്റ് കിട്ടുന്ന എനിക്ക് തോന്നില്ല. അതിനോണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ഇനിയിപ്പോൾ തീരെ പഠിച്ചിട്ടില്ലെങ്കിൽ ഡിസ്കോസൊക്കെ അതിൽ നോക്കി പഠിക്കാവുന്നല്ലേ, അല്ലെങ്കിൽ എല്ലാ ഡിസ്കോസും ഇങ്ങനെ പഠിക്കേണ്ടി വരും. അങ്ങനെ അതിൽ നോക്കി പഠിക്കാവുന്നല്ലേ. പിന്നെ പറയുകയാണെങ്കിൽ ഷോർട്ട് നോട്ട്സ് ഇംഗ്ലീഷിൻ്റെ എല്ലാ പാടും പ്ലസ് എല്ലാ ഡിസ്കോസും കൂടി 2 പേജിലായിരിക്കും ഷോർട്ട് നോട്ടിൻ്റെ ഒരു ഫ്രണ്ട് അയച്ചിരുന്നു. അത് ഞാൻ എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട്. അത് വേണ്ടവർ എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്താൽ മതി. ഞാൻ ഇപ്പോൾ ഡിസ്ക്രിപ്ഷനിലൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, കമൻറ്റിലും കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഈ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത്ര തന്നെ പറയാനുള്ളൂ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇംഗ്ലീഷ് എക്സാമിന് പോകാൻ നിൽക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ചും കൂടി ടൈം ഉണ്ട്. നാളെ ഉച്ചയ്ക്കാണല്ലോ എക്സാം. അതുകൊണ്ട് വലിയ സീൻ ഉണ്ടാവില്ല വിചാരിക്കുന്നത്. ഒന്നാമത് തന്നെ ഇംഗ്ലീഷ് ഏറ്റവും വലിയ ചടപ്പം തന്നെ നമുക്ക് ഇംഗ്ലീഷിൽ ഏത് ക്വസ്റ്റ്യനാണ് വരിക എന്ന് പറയാൻ കഴിയില്ല. കാരണം എത്ര തന്നെ ക്യാരക്ടർ ഉണ്ട്, എല്ലാത്തിൻ്റെയും ക്യാരക്ടർ സ്കെച്ച് ഇങ്ങനെ പഠിക്കാൻ നമുക്ക് കഴിയും. ഈ ഫിസിക്സും കെമിസ്ട്രി മാത്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഏതാ ക്വസ്റ്റ്യൻസ് വരിക എന്ന് പറയാൻ കഴിയും. വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് ടഫാക്കി NCERT ആണ് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് കാണി. എന്നാലും ഇംഗ്ലീഷിനെ വെച്ച് നോക്കുമ്പോൾ അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ഇംഗ്ലീഷും ഹിന്ദിയും എനിക്ക് തീരെ ഇഷ്ടമില്ല. കാരണം അത് എവിടെ നിന്നൊക്കെ വരികയെന്ന് അറിയില്ല. അത്രത്തോളം ആ പാഠം മൊത്തം പഠിക്കണം, പ്ലസ് ഡിസ്കോസിൻ്റെ ഫുള്ള് ഫോർമാറ്റ് അടിക്കണം. അതൊക്കെ ചടപ്പാണ്. കാരണം നമ്മളത് കൂടുതൽ നോക്കുന്നില്ലല്ലോ. എക്സാം ടൈമിലാണ് അത് കൂടുതൽ നോക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അത്രയും ചടപ്പായി തോന്നുന്നത്. കാരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഇംഗ്ലീഷ് എക്സാം എങ്ങനെയുണ്ട്, പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അത്ര തന്നെ പറയാനുള്ളൂ. ഒരു ഡേ ബിഫോർ ഇംഗ്ലീഷ് എക്സാം ആണിത്. ഷോർട്ട് നോട്ട്സൊക്കെ ആണെങ്കിൽ കയറാം.